ഹായ്, ബാംഗ്ലൂരെത്തിയ ശേഷം നമ്മുടെ ക്രിസ്മസ് എങ്ങനെയായിരുന്നുള്ള വീഡിയോ ആണിത്. നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവിടെ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചേച്ചിയും ചേട്ടനും മക്കളും കൂടെ അലങ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ലെന്നറിയാം. അതുകൊണ്ട് ചേച്ചി ഇതൊക്കെ നേരത്തെ ചെയ്തിരിക്കുകയാണ്. ഒരു ഉച്ചയാകാറായപ്പോഴത്തേക്കാണ് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നത് കേട്ടോ. നാട്ടിൽ പിന്നെ എല്ലാവരും റിലേറ്റീവ്സൊക്കെ കൂടാറുണ്ട്. പക്ഷേ ബാംഗ്ലൂരേക്ക് അങ്ങനെ ആരും എപ്പോഴും വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ റെയറായിട്ടേ കൂടാറുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ടു സംസാരിച്ച് സന്തോഷമായി. ചേച്ചിയുടെ ഫുഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേച്ചി അവിടെ ഇപ്പം ഞാൻ കാണിച്ച ഫുഡ് ഐറ്റംസ് എല്ലാം ചേച്ചി ഉണ്ടാക്കിയതാണ്. ചേച്ചിയുടെ കാര്യങ്ങൾ മാത്രമല്ല ചേട്ടൻ്റെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അതെല്ലാം ചെയ്തത്. ഞങ്ങളൊരു 7 മണിയാകുമ്പോഴത്തേക്കാണ് റൂമിലേക്ക് വന്നത്. അപ്പോഴേക്കും അവരെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ 3 മണിക്കോ മറ്റോ എഴുന്നേറ്റ് റെഡിയാക്കാൻ തുടങ്ങിയത്. ഇത്രയും പേർക്ക് കൊടുക്കണ്ടേ. എല്ലാവരും വന്നപ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആയി. എന്തായാലും എല്ലാവർക്കും അവർ തന്നെ സെർവ് ചെയ്ത് കൊടുത്ത് എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയവർക്കൊന്നും സെറ്റായില്ല. ഭാഗ്യത്തിനെന്തോ എനിക്ക് മാത്രം ഇപ്രാവശ്യം വിഷയമൊന്നും ഉണ്ടായില്ല. മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും നന്നായിട്ടൊന്നും അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ മെയിൻ വിഷയം ചേച്ചി ഇതുപോലെ വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കി തരും. അതെല്ലാം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അത് കഴിക്കാൻ കൂടിയാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ. ഓക്കെ, ബൈ.